ഗുഡ് മോർണിംഗ്. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ 11th ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി ആൻഡ് ന്യൂവർ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഫോർ TB ഡയഗ്നോസിസ്. സോ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി എന്താണെന്നും അതിലുള്ള 2 ടൈപ്സും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Sputum microscopy is also known as a sputum smear microscopy, is a laboratory technique used to diagnose tuberculosis and other respiratory infection. So sputum microscopy അല്ലെങ്കിൽ sputum smear microscopy എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി ടെക്നിക്കാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ട്യൂബർക്യുലോസിസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി. ഫസ്റ്റ് ടൈപ്പ് സീൽ നീൽസൺ സ്റ്റെയിനിങ് ആണ്. ദെൻ സെക്കൻഡ് വരുന്നത് ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പി. ദെൻ ഫ്ലൂറസൻ മൈക്രോസ്കോപ്പി തന്നെ വരുന്നതാണ് ഈ ഓറമെൻ ഓ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. സോ ടൈപ്സിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് സീൽ നീൽസൺ സ്റ്റെയിനിങ്. സീൽ നീൽസൺ സ്റ്റെയിനിങ് അല്ലെങ്കിൽ ZN സ്റ്റെയിനിങ്, ഇതാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സീൽ നീൽസൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബോൾ ഫുക്സിൻ എന്ന് പറയുന്ന ഒരു സ്റ്റെയിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആസിഡ് ഫസ്റ്റ് ബാസിലിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിനാണ് ഇത്. നെക്സ്റ്റ് ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിയിൽ വരുന്നത് യൂസ് ഫ്ലൂറസൻ ഡൈസ് ടു സ്റ്റെയിൻ ബാസിലി ഇൻക്രീസ് സെൻസിറ്റിവിറ്റി. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫ്ലൂറസൻ ഡൈസ് ആണ് നമ്മൾ ഇതിൽ ബാക്ടീരിയനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓറമൈൻ ഓ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിയിൽ തന്നെ വരുന്ന ഒന്നാണ്. ഇതിൽ നമ്മൾ സീൽ നീൽസൺ സ്റ്റെയിനിങ്ങിന് സിമിലർ ആണ് ഇത്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓറമൈൻ ഓ ഡൈ ആണ് യൂസ് ചെയ്യുന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ആ ഒരു ഇതിൽ വരുന്നുള്ളൂ. അപ്പം ഇത് മൂന്നെണ്ണം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. എങ്ങനെയാണ് കൗണ്ടർ സ്റ്റെയിൻ, എന്താണ് സ്റ്റെയിനിങ്, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയിൽ പഠിക്കേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. സീൽ നീൽസൺ മൈക്രോസ്കോപ്പി, ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിയിൽ ഓറമൈൻ ഓ സ്റ്റെയിനിങ് വരുന്ന മൈക്രോസ്കോപ്പി. ഇത്രയാണ് നമുക്ക് ഈ ഒരു സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയിൽ മെയിനായിട്ട് നമുക്ക് ലാബ് സൈഡിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് സീൽ നീൽസൺ സ്റ്റെയിനിങ് എങ്ങനെയാണെന്ന് നോക്കാം. സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയിൽ ഫസ്റ്റ് ഉള്ളതാണ് സീൽ നീൽസൺ മൈക്രോസ്കോപ്പി. സോ സീൽ നീൽസൺ മൈക്രോസ്കോപ്പിയുടെ പ്രൊസീജിയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫിക്സേഷൻ, മെത്തനോൾ ഫിക്സേഷൻ. ഫിക്സ് ദ സ്പ്യൂട്ടം സ്മിയർ വിത്ത് മെത്തനോൾ ഫോർ 5 to 10 minutes to kill the bacteria and preserve the sample. ഫസ്റ്റ് ഈ സാമ്പിളിൽ മെത്തനോൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മെത്തനോൾ ഒഴിച്ചിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ ആ ഒരു സ്പ്യൂട്ടം നമ്മൾ മാറ്റി വെക്കുന്നു. പിന്നെ സ്റ്റെയിനിങ് ആണ് നെക്സ്റ്റ് പ്രോസസ്സ്. അതിൽ കാർബോൾ ഫുക്സിൻ വെച്ചിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ സ്റ്റെയിൻ അത് ആ ഒരു സ്മിയറിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് ഹീറ്റ് ചെയ്തിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മളത് മാറ്റി വെക്കുന്നുണ്ട്. ദെൻ തേർഡ് വരുന്നതാണ് ഒരു ഡിക്ലറൈസേഷൻ, എന്ന് വെച്ചാൽ ആസിഡ് ഉപയോഗിച്ചിട്ട് ഡിക്ലറൈസ് ചെയ്യുന്നതാണ്. ഡിക്ലറൈസ് സ്മിയർ വിത്ത് ആസിഡ് ആൽക്കഹോൾ 1% HCl in 95% ethanol for 2 to 3 minutes to remove excess stain. സോ അതിനുശേഷം നമ്മൾ കൂടുതൽ എക്സസ് ആയിട്ടുള്ള സ്റ്റെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡിക്ലറൈസ് ചെയ്ത് ആസിഡ് ആൽക്കഹോൾ വെച്ചിട്ടാണ് നമ്മൾ ഡിക്ലറൈസ് ചെയ്യുന്നത്. ആൻഡ് അത് 2 to 3 minutes വരെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പം ഇതിൽ ആസിഡ് യൂസ് ചെയ്യുന്നത് 1% ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ 95% എത്തനോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ മെഥിലിൻ ബ്ലൂ കൗണ്ടർ സ്റ്റെയിൻ കൊടുക്കുന്നത് മെഥിലിൻ ബ്ലൂ വെച്ചിട്ടാണ്. കൗണ്ടർ സ്റ്റെയിൻ ദ സ്മിയർ വിത്ത് മെഥിലിൻ ബ്ലൂ ഫോർ 1 to 2 minutes ടു ഹൈലൈറ്റ് ദ ബാക്ക്ഗ്രൗണ്ട്. സോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഥിലിൻ ബ്ലൂ കൗണ്ടർ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. അതിനത് 1 to 2 minutes വരെ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് റിൻസിങ്. Rinse the smear with distilled water to remove excess stain. സോ നമ്മൾ പിന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് ആ ഒരു സ്ലൈഡിൽ നമ്മൾ ബാക്കിയുള്ള ആ ഒരു സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചത് ക്ലീൻ ചെയ്യുകയാണ്. ദെൻ ഡ്രൈ ദ സ്മിയർ വിത്ത് ക്ലീൻ ടവൽ ഓർ എയർ ഡ്രയർ. അപ്പം വെള്ളം ഒഴിച്ച് എക്സസ് സ്റ്റെയിൻ ഒക്കെ മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഒരു സ്ലൈഡ് നമ്മൾ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ എയർ ഡ്രയർ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് വെക്കുക. Microscopy examination. Examine the stained smear under a microscope using oil immersion 100x objective. Detection. Detect the acid first bacilli AFB based on their red color and morphology. So ഇതിൽ ഡിറ്റക്ഷൻ എങ്ങനെയാണ്? നമ്മുടെ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ഉണ്ടെന്ന് കാണുന്നത് ആ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കളറിലുള്ള ഒരു ബാക്ടീരിയനെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ആസിഡ് ഫാസ്റ്റ് ബാസിലി ഉണ്ടെന്ന് നമുക്ക് അതുവഴി ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു പിക്ചർ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻഡ് സ്മിയർ ഓഫ് സ്പ്യൂട്ടം.
അതിൽ ആ ഒരു പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ആസിഡ് ഫസ്റ്റ് ബാസിലി ട്യൂബർക്കുലോസിസിൻ്റെ. ആൻഡ് ആ ബ്ലൂ കളറിൽ നമ്മുടെ ആ മിഥിലിൻ ബ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്താണ് പുറകിലൊക്കെ കാണുന്ന ഒരു മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സീൽ നീൽസൺ മൈക്രോസ്കോപ്പി വഴി മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസിനെ ഡയഗ്നോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ TB ഡയഗ്നോസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ ഇവിടെ നമ്മൾ നോക്കുന്നത് ഓറോമിൻ ഓ വെച്ചിട്ടുള്ള മൈക്രോസ്കോപ്പിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് ഫിക്സേഷൻ. ഫിക്സ് ദി സ്പ്യൂട്ടം സ്മിയർ വിത്ത് മെത്തനോൾ ഫോർ 5 to 10 minutes ടു കിൽ ദ ബാക്ടീരിയ ആൻഡ് പ്രിസർവ് ദ സാമ്പിൾ. ഇവിടെയും ഫിക്സേഷൻ ഏത് വെച്ചിട്ടാണ്? മെത്തനോൾ വെച്ചിട്ട് 5 to 10 minutes ആണ് നമ്മൾ ഫിക്സേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെയിനിങ്. പ്രിപ്പയർ a 0.1 to 0.5% solution of Oramin O in distilled water. Apply the Oramin O solution to the fixed smear and incubate for 10 to 15 minutes. Use a staining tray or container to hold the smear during incubation. സോ ഇതിൽ സ്റ്റെയിനിങ് വരുന്നത് ഓറോമിൻ ഓ 0.1 to 0.5% ഉള്ള സൊല്യൂഷൻ ഡിസ്റ്റിൽഡ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുന്നത്. ഓറോമിൻ ഓ ആണ്, ഓറോമിൻ ഓ ഡൈ ആണ് നമ്മൾ സ്റ്റെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് 10 to 15 minutes ആണ് നമ്മളത് ആ ഒരു സ്റ്റെയിൻ നമ്മൾ വെക്കുന്നത്. ദെൻ ഡീകളറൈസേഷൻ. ഇവിടെ ആസിഡ് ആൽക്കഹോൾ വെച്ചിട്ട് തന്നെയാണ് ഡീകളറൈസ് ചെയ്യുന്നത്. 1% ഹൈഡ്രോക്ലോറിക് ആസിഡ്, 95% എത്തനോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു 3 minutes ആണ് നമ്മൾ ആ ഒരു സ്റ്റെയിൻ വെക്കുന്നത് ഡീകളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then next counter stain. Counter stain is smear with potassium permanganate 1:10 dilution for 1 to 2 minutes to highlight the background. So background ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് ഇവിടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 1 to 2 minutes ആണ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ദെൻ റിൻസിങ് ആൻഡ് ഡ്രൈയിങ്. റിൻസ് സ്മിയർ വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ടു റിമൂവ് എക്സസ് സ്റ്റെയിൻ. ഡ്രൈ ദ സ്മിയർ വിത്ത് ക്ലീൻ ടവൽ ഓർ ഡ്രയർ. ബാക്കിയുള്ള സ്റ്റെയിൻ നമ്മൾ ക്ലീൻ ചെയ്യുക, റിൻസ് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രൈ ചെയ്ത് ക്ലീൻ ചെയ്യുക. ദെൻ മൈക്രോസ്കോപ്പി. Examine the stained smear under fluorescent microscopy using appropriate filter sets. Detection. Detect the acid fast bacilli AFB based on their bright yellow fluorescence. സോ നമ്മൾ മൈക്രോസ്കോപ്പിയിൽ പറയുന്നത് അതെങ്ങനെയാണ് എക്സാമിൻ ചെയ്യുന്നതെന്നാണ്. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് വേണം നമ്മളത് എക്സാമിൻ ചെയ്യാൻ. അതിൽ ഡിറ്റക്ഷൻ AFB കാണപ്പെടുന്നത് എങ്ങനെയാണ്? ബ്രൈറ്റ് യെല്ലോ ഫ്ലൂറസെൻസിലാണ് കാണപ്പെടുന്നത്. സൈഡിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ യെല്ലോ കളറിൽ കാണുന്നതാണ് നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാസിലി. മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത് ഇങ്ങനൊരു പിക്ചർ ആയിരിക്കും കാണുന്നത്. സോ ഇതാണ് നമ്മുടെ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയിൽ മെയിനായിട്ടുള്ള 2 ടൈപ്സ്, നമ്മൾ 2 പ്രൊസീജിയേഴ്സും പഠിച്ചു. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന ഡൈല്യൂഷൻ്റെയും അതുപോലെ തന്നെ എത്ര മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു, ഇതൊക്കെ പലയിടത്തും പല നമ്പേഴ്സിലായിരിക്കും കാണപ്പെടുന്നത്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. ഇവിടെ സ്റ്റെയിനിങ്, കൗണ്ടർ സ്റ്റെയിൻ, ഡീകളറൈസേഷൻ ആൻഡ് ലാസ്റ്റ് ഇതിൻ്റെ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിയിൽ ബ്രൈറ്റ് യെല്ലോ ഫ്ലൂറസെൻസാണ് കാണപ്പെടുന്നത്. ആൻഡ് സീൽ നീൽസണിൽ റെഡ് റോഡ്സ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. സ്പോട്ട് ആൻഡ് ഏർലി മോർണിംഗ് സ്പ്യൂട്ടം സാമ്പിൾ. സോ നമ്മൾ ഒരു സ്പ്യൂട്ടത്തിൻ്റെ സാമ്പിൾ എടുക്കുമ്പോൾ അത് ഏതൊക്കെ ടൈമിലാണ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് പറയുന്നത്. 1 സ്പോട്ട് ആൻഡ് 1 ഏർലി മോർണിംഗ് സാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് സ്പോട്ടിൽ എടുക്കുന്നതും അതുപോലെ ഒന്ന് ഏർലി മോർണിംഗ്, അത് രാവിലെ എടുക്കുന്ന ഒരു സാമ്പിളുമാണ് നമ്മൾ ഈ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. 1 spot and 1 early morning sample need to be collected for diagnostic testing for presumptive TB cases. These 2 samples should be collected within a day or consecutive days. അപ്പോൾ എന്താ, ഒരു ഡേ അല്ലെങ്കിൽ അടുപ്പിച്ചുള്ള 2 ദിവസങ്ങൾക്കുള്ളിലായിരിക്കണം ഈ ഒരു സാമ്പിൾ നമ്മൾ എടുക്കുന്നത്. ഒന്ന് സ്പോട്ടിൽ എടുക്കുക, ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മൾ എന്താ TB ഉണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കുകയാണ്, ക്ലിനിക്കിൽ നമ്മൾ ഉറപ്പിക്കുകയാണ്. ആ സമയത്ത് ഒരെണ്ണം എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എന്ത് ചെയ്യണം? ഒരു സ്പ്യൂട്ടം ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് സ്പ്യൂട്ടം കൂടി നമ്മൾ കളക്ട് ചെയ്യണം. അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതെന്നും ഒന്ന് തൊട്ടടുത്ത ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സാമ്പിൾ എടുക്കണം. ദെൻ ലാബിലിംഗ്. ദ സ്പോട്ട് സ്പെസിമെൻ കളക്റ്റഡ് ഈസ് ലാബിൾഡ് ആസ് എ. ഇപ്പം നമ്മൾ സ്പോട്ടിലെടുത്ത ആ ഒരു സാമ്പിളിൻ്റെ നമ്മൾ ആ ബോട്ടിലാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്പെസിമെൻ നമ്മൾ എ എന്ന് ലാബിൽ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഡേ രാവിലെ തരുന്ന ആ ഒരു സ്പെസിമെനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബി എന്ന് ലാബിൽ ചെയ്യുന്നു. ആഫ്റ്റർ കളക്ടിങ് ദ സ്പെസിമെൻ ഈസ് ഹാൻഡ് ഓവർ ടു ദ നിയറസ്റ്റ് സ്പെസിമെൻസ് കളക്ഷൻ സെൻറ്റർ ഓർ TB ഡിറ്റക്ഷൻ സെൻറ്റർ. സോ കളക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് TB ഡിറ്റക്ഷൻ സെൻറ്ററിലേക്ക് ടെസ്റ്റിന് വേണ്ടി അയക്കുകയാണ് ചെയ്യുന്നത്. ദെൻ കളക്ഷൻ ഓഫ് ഏർലി മോർണിംഗ് സ്പെസിമെൻ ഈസ് പ്രിഫേർഡ് ബിക്കോസ് ഓഫ് ദ ഓവർനൈറ്റ് അക്യുമുലേഷൻ ഓഫ് സെക്രീഷൻസ്. ഹൗവർ സ്പോട്ട് സാമ്പിൾസ് കളക്റ്റഡ് അറ്റ് എനി ടൈം ഫോർ പേഷ്യൻസ് ഈസ് ഓൾസോ suitable if productive sputum is extracted after deep cough.
സോ എന്താണ് രാവിലെ നമ്മൾ ആ ഒരു സ്പ്യൂട്ടം എടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നൈറ്റ്ലി ഈ ഒരു സ്പ്യൂട്ടത്തിൻ്റെ സെക്രീഷൻസ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലത്തെ ആ ഒരു സ്പ്യൂട്ടം എടുക്കാൻ വേണ്ടി പറയുന്നത്. ഇനി അതെല്ലാം രാവിലത്തെ അങ്ങനെ കിട്ടുന്നില്ല ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരാൾക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഈ ഒരു ഡിറ്റക്ഷൻ സെൻറ്ററിലേക്ക് വരാനുള്ള ഒരു ഇതില്ല, അല്ലെങ്കിൽ ആൾ സിക്കാണ്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഓരോ മണിക്കൂർ ഇടവിട്ട് ആദ്യം നമ്മൾ സ്പോട്ട് എയിൽ ആദ്യം സ്പോട്ട് സാമ്പിൾ എടുത്തല്ലോ, എടുത്തു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സാമ്പിൾ എടുക്കാം. ഏർലി മോർണിംഗ് സാമ്പിൾ ഇങ്ങനെ എടുക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാം. സോ അതാണ് പറയുന്നത്, സാമ്പിൾസ് എപ്പോൾ വേണമെങ്കിലും നന്നായിട്ട് ഒരു ഡീപ്പ് കഫിന് ശേഷം നന്നായിട്ട് ആ ഒരു സ്പ്യൂട്ടം വരുന്ന ആളാണെങ്കിൽ അങ്ങനെ ഒരു സാമ്പിൾസ് നമുക്ക് കിട്ടുമെങ്കിൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും ആ പേഷ്യൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞ എന്താണ്, ഒരുപാട് അല്ലെങ്കിൽ ഒരു ഡിറ്റക്ഷൻ സെൻറ്ററിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് വളരെയധികം സിക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പിച്ചുള്ള ആ ഒരു ടൈമിൽ നമുക്ക് ഒരു 1 ഹവറിന് ശേഷം നമുക്ക് ആ ഒരു സ്പ്യൂട്ടം കളക്ട് ചെയ്യും. അങ്ങനെ ലാബിൻ്റെ എയും ബിയും ആയിട്ട് നമുക്ക് അങ്ങനെയും എടുക്കാം. 2 supervised spot specimen may also be collected 1 hour apart if the patient is too sick, coming from a long distance, or likelihood of not giving a second sample is significant. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. Then if one or both smears are positive, the patient is diagnosed as microbiologically confirmed pulmonary TB case. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 2 സ്പ്യൂട്ടം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ 2 സ്മിയേഴ്സും പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു സ്മിയർ പോസിറ്റീവ് ആണെങ്കിൽ ആളെന്താണ്, മൈക്രോബയോളജിക്കലി TB ഉണ്ടെന്ന് നമ്മൾ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയുടെ സാമ്പിൾ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റെപ്സ് ടു എൻഷുർ എ ഗുഡ് ക്വാളിറ്റി സ്പ്യൂട്ടം സാമ്പിൾ. അപ്പം നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ നന്നായിട്ട് സ്പ്യൂട്ടം സാമ്പിൾ നല്ലതായിരിക്കണം. അപ്പം എന്തൊക്കെ സ്റ്റെപ്സാണ് ഈ ഒരു സ്പ്യൂട്ടത്തിൻ്റെ സാമ്പിൾ ക്വാളിറ്റി ഉള്ളതായാലും നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. ദ ഹെൽത്ത് കെയർ വർക്കർ നീഡ്സ് ടു കെയർഫുള്ളി എക്സ്പ്ലെയിൻ how to collect a good quality sputum specimen. He or she needs to demonstrate how to bring up sputum from the chest, what good sputum specimen look like, and quantity of the sputum required. അപ്പോൾ എന്താണ്, ഹെൽത്ത് കെയർ വർക്കർ എന്ത് ചെയ്യണം, വളരെയധികം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, ഗുഡ് ക്വാളിറ്റി സ്പ്യൂട്ടം സ്പെസിമെൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, ദെൻ എത്ര ml കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ആ ഒരു പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സ്പ്യൂട്ടം സാമ്പിൾ. സോ ഒരു ഗുഡ് സ്പ്യൂട്ടം സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ്. തിക്ക്, സെമി സോളിഡ്, മ്യൂക്കോപ്ലൂറലൻറ്റ്, യെല്ലോയിഷ് ഇൻ കൺസിസ്റ്റൻസി, കഫ് ഔട്ട് ഡീപ്ലി ഫ്രം ലങ്സ്. അപ്പം ലങ്സിൽ നിന്ന് ഡീപ്പായിട്ട് കഫ് ചെയ്തെടുത്ത തിക്ക് സെമി സോളിഡ് ആയിട്ടുള്ള മൈക്രോപ്യൂറിലിൻ്റെ യെല്ലോയിഷ് കളറുള്ള ആ ഒരു കൺസിസ്റ്റൻസിലുള്ളതായിരിക്കണം ഈ ഒരു സ്പ്യൂട്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സഫിഷ്യൻറ്റ് ഇൻ എമൗണ്ട്, ദെർഫോർ ദറ്റ് ഈസ് 2 to 5 ml or enough to cover the size of the fingernail at the bottom of the container. സോ ഇതിലും എത്രയാണ് 2 to 5 ml ആയിരിക്കണം ആ ഒരു സ്പ്യൂട്ടത്തിൻ്റെ സാമ്പിളിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഷുഡ് നോട്ട് ബി ബ്ലഡ് സ്റ്റെയിൻഡ് ബ്രൗണിഷ് കളർ ആസ് ഫാർ ആസ് പോസിബിൾ. സോ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു സ്റ്റെയിൻ എന്ന് പറയുന്നത് ബ്ലഡ് സ്റ്റെയിൻ അതിലുണ്ടാവാൻ പാടില്ല, ബ്രൗണിഷ് കളറും ആകാൻ വേണ്ടി പാടില്ല. Next, steps to ensure good quality sputum sample. Explain the patient the characteristics of sputum, that it is thick and mucoid as compared to saliva which is thin and watery. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്, സ്പ്യൂട്ടം സാമ്പിൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. തിക്ക് ആൻഡ് മ്യൂക്കോയിഡ് ആയിരിക്കും, ആൻഡ് സലൈവ പോലെ എന്തായിരിക്കില്ല, തിൻ ആൻഡ് വാട്ടറി ആയിരിക്കത്തില്ല. ദ പേഷ്യൻറ്റ് ഷുഡ് ബി preferably rinse his or her mouth to get rid of any food particles which may give false positive result. അപ്പോൾ എന്താ, പേഷ്യൻറ്റ് സ്പ്യൂട്ടം എടുക്കുന്നതിന് മുൻപ് നമ്മുടെ മൗത്ത് എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. എന്ന് വെച്ചാൽ ഫുഡ് പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും, ഫുഡ് പാർട്ടിക്കിൾസ് വന്നാൽ തന്നെ അതൊരു ഫാൾസ് പോസിറ്റീവ് റിസൾട്ട്സ് ആണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മൗത്ത് വാഷ് ചെയ്യണം. ദെൻ വൺ ഷുഡ് ഡെമോൺസ്ട്രേറ്റ് ടു ദ പേഷ്യൻറ്റ് ബൈ ആക്ഷൻ ഹൗ he or she should ടേക്ക് ഡീപ്പ് ബ്രത്ത് ആൻഡ് ബ്രിങ് അപ്പ് ദ സ്പ്യൂട്ടം. അപ്പം ഒന്ന് കാണിച്ചു കൊടുക്കണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ഡീപ്പ് ബ്രത്ത് എടുത്തിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു സ്പ്യൂട്ടം ചെസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ലങ്സിൽ നിന്ന് എങ്ങനെ എടുക്കുക എന്നുള്ളൊരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കണം. ദെൻ ദ പേഷ്യൻറ്റ് ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു ഇൻഹേൽ ഡീപ്ലി 2 to 3 times
വിച്ച് വിൽ ഇനിഷ്യേറ്റ് ദ കഫ് റിഫ്ലക്സ് ഇൻ മോസ്റ്റ് പേഷ്യൻറ്റ്. അപ്പോൾ എന്താണ്, ഡീപ്പായിട്ട് 2-3 പ്രാവശ്യം ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കഫിങ് റിഫ്ലക്സ് അവിടെ വരും. അതുവഴി എന്ത് ചെയ്യുക, നല്ലൊരു സ്പൂട്ടം നമുക്ക് കിട്ടാനുള്ള വഴിയുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുക, ഡീപ്പ് ആയിട്ട് നമ്മൾ ഇൻഹേൽ ചെയ്യാൻ പറയുക അവരോട്. ദ സ്പൂട്ടം ഈസ് റീറ്റെയിൻഡ് ഇൻ മൗത്ത് ആൻഡ് സ്പ്ലിറ്റ് ഇൻ ടു ദ പ്രീ ലാബിൾഡ് കണ്ടെയ്നർ വിത്തൗട്ട് സ്പില്ലിംഗ്. എന്ത് ചെയ്യുക, സ്പൂട്ടം വന്നതിന് ശേഷം ആ ഒരു കണ്ടെയ്നറിലേക്ക് പുറത്തേക്ക് സ്പിൽ ചെയ്യാതെ ആ ഒരു കണ്ടെയ്നറിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്പിറ്റ് ചെയ്യുക, മൗത്തുനിന്ന് സ്പിറ്റ് ചെയ്യുക. Some patients may not be able to expectorate with a deep breathing, in which cases healthcare workers should demonstrate to them how they should place their palms on the waist, squat or sit and continue deep breathing again. Tapping or thumping of back may encourage expectoration. Sitting and placing hands on the waist fixes the shoulder and pelvic muscles and bring the intercostal muscles of rib cage and diaphragm into action. സോ ചില പേഷ്യൻസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് ആ ഒരു സ്പൂട്ടം കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ പാംസ് വേസ്റ്റിൽ കൊടുത്തിട്ട് ഇരുന്നിട്ട് വീണ്ടും ഈ ഒരു ബ്രീത്തിങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയുക. അതുപോലെ തന്നെ പുറത്ത് ടാപ്പ് ചെയ്യുകയും തമ്പ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ sitting and placing hands on the waist fixes the shoulder and pelvic muscle. സോ ഇരുന്നിട്ട് നമ്മൾ വേസ്റ്റിലേക്ക് ആ ഒരു ഹാൻഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറും പെൽവിക് മസിലിനെയും ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ റിബ് കേജും ഡയഫ്രോം കം ഇൻ ടു ആക്ഷൻ. അതുവഴി നമുക്ക് നല്ലൊരു സ്പ്യൂട്ടം ലഭിക്കുകയും കൂടി ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിറകിലുള്ള കാര്യം എന്ന് പറയുന്നത്. When a patient has only coughed up saliva or has coughed up less than 2 ml, the size of the fingernail at the bottom of the container of the sputum, the patient should be encouraged to provide a better specimen. So, ഈ ഒരു പേഷ്യൻറ്റ് സലൈവ മാത്രമാണ് കഫ് അപ്പ് ചെയ്തത്, അല്ലെങ്കിൽ അത് 2 ml താഴെയാണ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ആ സ്പൂട്ടം ലഭിക്കുന്നതെങ്കിൽ പേഷ്യൻറ്റിനോട് എന്ത് പറയുക, വീണ്ടും ഒരു നല്ലൊരു സ്പെസിമെൻ കിട്ടുന്നവരെ വീണ്ടും ആ ഒരു സ്പൂട്ടം സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടി പറയാം. Educating patient on sputum collection and dispensing sputum cup. The healthcare worker, medical officer or the laboratory technician must educate individuals on how appropriately collect and dispense the sputum. എങ്ങനെയാണ് സ്പൂട്ടം കളക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആ സ്പൂട്ടം കപ്പ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള കാര്യം മെഡിക്കൽ ഓഫീസറോ ഹെൽത്ത് കെയർ വർക്കർ അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഈ പേഷ്യൻസിനെ പറഞ്ഞു കൊടുക്കണം. They must explain this is to obtain a good quality specimen safely. സോ സേഫായിട്ട് ഒരു ഗുഡ് ക്വാളിറ്റി സ്പെസിമെൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. The healthcare workers, medical officer or lab technician must provide the individual a new sputum cup with a laboratory serial number written on the side. സോ ലബോറട്ടറി സീരിയൽ നമ്പറുള്ള ഒരു സ്പ്യൂട്ടം കപ്പ് വേണം ഈ ഒരു പേഷ്യൻറ്റിന് സ്പ്യൂട്ടം എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. ദേ ഷുഡ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. സോ അവരെന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്യൂട്ടം ഷുഡ് ബി കളക്റ്റഡ് ഇൻ ആൻ ഓപ്പൺ വെൽ വെന്റിലേറ്റഡ് റൂം അണ്ടർ ദ ഡയറക്റ്റ് സൺലൈറ്റ്. സോ ഒരു ഓപ്പൺ ആയിട്ടുള്ള വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഒരു റൂമിൽ നിന്നായിരിക്കണം അവർ സ്പ്യൂട്ടം കളക്ട് ചെയ്യേണ്ടത്. സ്പ്യൂട്ടം ഷുഡ് നോട്ട് ബി കളക്റ്റഡ് ഇൻ ക്ലോസ്ഡ് റൂം, ടോയ്ലറ്റ്സ് ആൻഡ് ഇൽ വെന്റിലേറ്റഡ് റൂംസ്. സോ ക്ലോസ്ഡ് റൂംസിൽ നിന്ന്, ടോയ്ലറ്റ്സ് ആൻഡ് ഇൽ വെന്റിലേറ്റഡ് റൂംസിൽ നിന്നും സ്പ്യൂട്ടം കളക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അറ്റ്ലീസ്റ്റ് 2 ml ഓഫ് ഗുഡ് ക്വാളിറ്റി സ്പ്യൂട്ടം സ്പെസിമെൻ ഷുഡ് ബി കളക്റ്റഡ്. 2 ml ഗുഡ് ക്വാളിറ്റി സ്പ്യൂട്ടം വേണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. No one should stand in front of the individual collecting the specimen. സോ സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിൻ്റെ മുൻപിൽ മറ്റ് ആരും നിൽക്കാൻ വേണ്ടി പാടില്ല. A specimen collected under supervision is likely to yield a better result. അപ്പം സൂപ്പർവിഷനോട് കൂടിയുള്ള ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുവാണെങ്കിൽ അതിൽ കൂടുതൽ ബെറ്റർ റിസൾട്ട്സ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. The supervising person has to demonstrate the following to collect and dispense the good sputum. സോ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം, ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ആ ഒരു ഇൻഡിവിജ്വലിനെ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് സ്പുട്ടം കളക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ലിഡ് ഓഫ് ദ സ്പെസിമെൻ കണ്ടെയ്നർ ആൻഡ് പ്ലേസിംഗ് ഇറ്റ് കൺവീനിയൻ്റ്ലി വിത്തിൻ റീച്ച്. സോ ഇറ്റ് ക്യാൻ ബി ക്ലോസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കളക്ടിങ് സ്പുട്ടം. സോ ആദ്യം നമുക്ക് ആ ഒരു ഇൻഡിവിജ്വലിന് നമ്മൾ കൊടുത്ത ആ ഒരു ലിഡ് ആദ്യം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് കാണിക്കേണ്ടതാണിത്. ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുക ആൻഡ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് പ്ലേസ് ചെയ്യുക. കാരണം എന്ത് ചെയ്യുക, നമ്മൾ സ്പ്യൂട്ടം കളക്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആ ലിഡ് അടയ്ക്കാൻ വേണ്ടി പറ്റും. ദെൻ സ്ക്രൂയിങ് ദ ക്യാപ്പ് ഓൺ ദ കപ്പ് ടൈറ്റ്ലി സോ ഇറ്റ് ഡസൻ ലീക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു കപ്പ് നന്നായി ടൈറ്റായിട്ട് സ്ക്രൂ അപ്പ് ചെയ്യുക, അതുകൊണ്ട് തന്നെ എന്താ അത് ലീക്ക് ആവത്തില്ല. ദെൻ ബ്രിങ്ങിങ് അപ്പ് സ്പ്യൂട്ടം beginning with rinsing their mouth as food particles may give false positive result. അപ്പോൾ എന്താ ചെയ്യുക,
സ്പ്യൂട്ടം സ്പ്യൂട്ടം എടുക്കുന്നതിന് മുൻപ് വായൊക്കെ നമ്മുടെ മൗത്ത് നന്നായിട്ട് കഴുകുക. ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫാൾസ് പോസിറ്റീവ് റിസൾട്ട്സ് ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് മൗത്ത് ക്ലീൻ ചെയ്യാം. ദെൻ ഡീപ്പ് ഇൻഹലേഷൻ 2 to 3 minutes ടൈംസ് ഫോർ ഇനിഷ്യേറ്റിംഗ് ദ കഫ് റിഫ്ലക്സ്. സോ കഫ് റിഫ്ലക്സ് വരാൻ വേണ്ടിയിട്ട് 2 to 3 times ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക. ഹൗ ഇൻഡിവിജ്വൽസ് ക്യാൻ പ്ലേസ് ദർ പാംസ് ഓൺ ദ വേസ്റ്റ്, സ്ക്വയർ ഓഫ് സീറ്റ് ആൻഡ് കണ്ടിന്യൂ ഡീപ് ബ്രീതിങ് അഗെയിൻ. അപ്പം എങ്ങനെ അവർക്ക് ഇരുന്നിട്ട് എങ്ങനെയാണ് വേസ്റ്റിലെ പാമ്പ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ബ്രീത്തിങ് എങ്ങനെ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുക. ടാപ്പിംഗ് ഓർ തമ്പിങ് ദ ബാക്ക് മേ എൻകറേജ് എക്സ്പെറേഷൻ. സിറ്റിംഗ് ദ പ്ലേസിംഗ് ഹാൻഡ്സ് ഓൺ ദ വേസ്റ്റ് ഫിക്സസ് ദ ഷോൾഡർ ആൻഡ് പെൽവിക് മസിൽ, ബ്രിങ് ദ ഇന്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് ഡയഫ്രം ഇൻ ടു ആക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇത് ടാപ്പിംഗ് ആൻഡ് തമ്പിങ് ബാക്ക്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്തിനാ നല്ലൊരു ബെറ്റർ റിസൾട്ടുള്ളൊരു സ്പ്യൂട്ടം സ്മിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയേഴ്സ് നമ്മൾ അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. Then after deep inhalation and coughing, the sputum should come up in their mouth. അപ്പം ഡീപ്പ് ഇൻഹലേഷൻ ഒക്കെ ചെയ്ത് കഫ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പ്യൂട്ടം നമ്മുടെ മൗത്തിലേക്ക് എത്തും. The sputum should be retained in the mouth and allowed to fall from their tongue into the pre-labeled container. Individuals should be encouraged not to spit into the container. The patient can also be encouraged to cough directly into the cup. The individual should not open the sputum cup till they are ready to use it. The individual's lips, tongue, fingers should not touch inside the container, and they must ensure sputum does not touch the outside of the container. They should not rub off the number written on the side of the container. So ഇതിലെന്താ പറയുന്നത്, ഡീപ്പ് ഇൻഹലേഷന് ശേഷം സ്പ്യൂട്ടം ഡയറക്റ്റ് ആ ഒരു നാക്കിലേക്ക് നമ്മുടെ ടങ്ങിലേക്ക് എത്തിച്ചിട്ട് അത് ആ കണ്ടെയ്നറിലേക്ക് സ്പിറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ നമ്മൾ ആ ഒരു സ്പ്യൂട്ടം നമ്മുടെ വായിലെത്തിയില്ലേ നമുക്ക് സ്പിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഈ ലിഡ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ആൻഡ് അപ്പം തന്നെ എന്ത് ചെയ്യണം, ആ ഒരു കണ്ടെയ്നറിലേക്ക് സ്പിറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. ആൻഡ് ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലിപ്സ്, ടങ്, ഫിംഗേഴ്സ് ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഈ കണ്ടെയ്നറിൽ ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. അതും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ബാക്കിൽ എന്തുണ്ടാവും, ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. ആ നമ്പറും ഒരു കാരണവശാലും റബ്ബ് ചെയ്ത് കളയാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടതുമായിട്ട് ഉള്ളത്. സോ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇവിടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചു വെക്കുക. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പം ഇതിൽ നമ്മൾ ഇപ്പം സീരിയൽ നമ്പർ റബ്ബ് ചെയ്താൽ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് വരും. കുറേ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് പഠിച്ചു വെക്കുക. NTPയുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം വളരെയധികം ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പി. ആൻഡ് മറ്റെന്തെങ്കിലും എവിഡൻസ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ പോലും ഈ സ്പ്യൂട്ടം സ്മിയർ അല്ലെങ്കിൽ TB റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും വിട്ട് കളയരുത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറിങ് എ സ്പ്യൂട്ടം സാമ്പിൾ. ഇതിൻ്റെ സ്റ്റോറേജ് എങ്ങനെ, നമ്മളിപ്പം ഓൾറെഡി നമ്മൾ സ്പ്യൂട്ടം എടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റോറേജ് കണ്ടീഷൻ ഓഫ് സ്പ്യൂട്ടം സാമ്പിൾ ക്യാൻ അഫക്റ്റ് ടെസ്റ്റ് റിസൾട്ട്. സ്പ്യൂട്ടം സാമ്പിൾ ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ് ടു ദി ലബോറട്ടറി ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ കളക്ഷൻ. ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ലബോറട്ടറി ടെക്നീഷ്യൻ ആൻഡ് സീനിയർ ട്രീറ്റ്മെൻറ്റ് laboratory supervisor to ensure the proper storage and transport of sputum specimen following the appropriate biosafety procedures. The sputum sample should be stored at 4 degrees Celsius and do not be frozen. സോ നമ്മൾ സ്പ്യൂട്ടം സാമ്പിൾ എടുത്ത ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സാമ്പിൾ ലബോറട്ടറിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കാര്യം നോക്കുക. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ലബോറട്ടറി ടെക്നീഷ്യനും ദെൻ STLSനും ആയിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുക. ആൻഡ് ഇതിനെന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ബയോസേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ സാമ്പിൾ 4 ഡിഗ്രി സെൽഷ്യസിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അതിൽ കൂടുതൽ ഫ്രോസൺ ആവാൻ വേണ്ടി പാടില്ല. 4 ഡിഗ്രി സെൽഷ്യസിൽ വേണം സ്പ്യൂട്ടം സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് ഫോർ മൈക്രോസ്കോപ്പി ആൻഡ് മോളിക്കുലർ ടെസ്റ്റ് എന്ന് വെച്ചാൽ NAT ആൻഡ് LPA. സ്പ്യൂട്ടം സ്പെസിമെൻ ഷുഡ് ബി ടെസ്റ്റഡ് ഓൺ ദ സെയിം ഡേ ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 2 days ആഫ്റ്റർ കളക്ഷൻ. സോ സ്പ്യൂട്ടം കളക്ട് ചെയ്ത് അന്ന് തന്നെ വേണം നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ 2 ദിവസം അതിനപ്പുറം നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. ഇഫ് ഡിലേ ഈസ് unavoidable, the collected sputum should be stored for not more than 7 days in a cool place or refrigerated at 4 degrees Celsius to inhibit the growth of unwanted microorganism. So നമുക്ക് ഈ ഒരു സ്പ്യൂട്ടം 2 ദിവസത്തിനുള്ളിൽ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അങ്ങനൊരു സാഹചര്യമാണെങ്കിൽ ഇത് 7 ദിവസത്തിന് ഒരു കൂൾ പ്ലേസ് അല്ലെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിൽ റെഫ്രിജറേറ്റർ വെക്കാൻ വേണ്ടി സാധിക്കും നമുക്ക്. സോ അതുവഴി മറ്റ് അൺവാണ്ടഡ് മൈക്രോ ഓർഗാനിസംസ് ഒന്നും അതിൽ ഗ്രോ ചെയ്യാതെയും ഇരിക്കും. സ്റ്റോർഡ് സ്പ്യൂട്ടം സാമ്പിൾ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ് ആൻഡ് ഹീറ്റ് ടു പ്രിവെൻറ്റ് liquefaction of the sample, else it makes selection of the
പ്യൂറലൻ പാർട്ട് ഓഫ് ദ സാമ്പിൾ ഡിഫിക്കൽട്ട്. സോ ലൈറ്റും ഹീറ്റും ഒന്നും തട്ടാതെ വേണം ഇരിക്കാൻ എന്ന് വെച്ചാൽ അത് ലിക്വിഡായിട്ട് ലിക്വിഫിക്കേഷൻ നടക്കും ആ ഒരു സാമ്പിളിന്. സോ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും അതൊരു ഡിഫിക്കൽട്ടി ആയിട്ട് വരും. അതുകൊണ്ട് ലൈറ്റും ഹീറ്റും ഒന്നും കിടക്കാത്ത രീതിയിൽ വേണം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് സാമ്പിൾസ് റിസീവ്ഡ് ഓവർ ഹോളിഡേയ്സ് ഓർ വീക്കെൻഡ്സ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഇൻ എ കൂൾ പ്ലേസ് ഓർ റെഫ്രിജറേറ്റഡ് അറ്റ് 4 degrees Celsius. Then, for liquid culture, sputum should be stored in a cool place or refrigerated at 4 degrees Celsius to inhibit the growth of unwanted microorganisms and transported within 3 days of collection. So, liquid culture-ന് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, കളക്ട് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണം. ആൻഡ് ആ സമയത്തും എന്തായിരിക്കണം, കൂൾ പ്ലേസ് അല്ലെങ്കിൽ 4 degrees Celsius ഇത് റെഫ്രിജറേറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ട്രിപ്പിൾ ലെയർ പാക്കേജ് ആണ്. Triple layer packaging. As per NTEP guidelines, the biological specimen for transport need to be packaged in triple layers to avoid spills and leakage of pores and no hazard to the transporter. So, നമ്മുടെ ഈ ഒരു സ്പ്യൂട്ടം ഇനി ആ ഒരു ടെസ്റ്റിംഗ് സെൻറ്ററിലേക്ക്, TB ഡിറ്റക്ഷൻ സെൻറ്റർ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിംഗ് സെൻറ്ററിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ട്രിപ്പിൾ ലെയർ പാക്കേജിംഗ് ആണ് ഈ ഒരു സാമ്പിൾ നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ 3 ലെയറിൽ നമ്മളിത് കവർ ചെയ്താണ് നമ്മളിത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്പിൾ ലെയർ പാക്കേജിംഗ് ആണ് NTP ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൈമറി കണ്ടെയ്നർ. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രൈമറി കണ്ടെയ്നർ. This is a water-tight, leak-proof, unbreakable tube containing the specimen. So, അവിടെ താഴെ കൊടുത്തിരിക്കുന്നുണ്ട് പ്രൈമറി കണ്ടെയ്നർ. സോ അതുപോലെ വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള അൺബ്രേക്കബിൾ ട്യൂബാണ് നമ്മുടെ ഒരു സ്പ്യൂട്ടം സാമ്പിൾ അതിലാണ് ഉണ്ടാവുക. ദ സ്പ്യൂട്ടം ഈസ് പാക്കേജ്ഡ് വിത്ത് ഇനഫ് അബ്സോർബൻ മെറ്റീരിയൽ ടു അബ്സോർബ് ഓൾ ഫ്ലൂയിഡ് ഇൻ കേസ് ഓഫ് ബ്രേക്കേജ് ഓർ ലീക്കേജ്. സോ ബ്രേക്കേജോ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അബ്സോർബൻ മെറ്റീരിയൽസ് വെച്ച് കവർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ട്യൂബ് ഉണ്ടായിരിക്കുന്നത്. വെച്ചാൽ കോട്ടണോ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതിൻ്റെ റൗണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊടുക്കും. ഇനി സെക്കൻഡറി പാക്കേജിംഗ്. ദിസ് ഈസ് വാട്ടർ ടൈറ്റ് ലീക്ക് പ്രൂഫ് പാക്കേജിംഗ് ടു എൻക്ലോസ് ആൻഡ് പ്രൊട്ടക്ട് ദ പ്രൈമറി കണ്ടെയ്നർ. സോ എന്ത് ചെയ്യുക, ഈ പ്രൈമറി കണ്ടെയ്നറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാട്ടർ ടൈറ്റ് ലീക്ക് പ്രൂഫിംഗ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറി പാക്കേജിംഗ്. സെവറൽ പ്രൈമറി കണ്ടെയ്നേഴ്സ് മേ ബി പ്ലേസ്ഡ് ഇൻ വൺ സെക്കൻഡറി പാക്കേജിംഗ്. സോ സെക്കൻഡറി പാക്കേജിംഗ് ആയിട്ട് ഒരുപാട് പ്രൈമറി കണ്ടെയ്നേഴ്സ് നമ്മളിതിൽ പ്ലേസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇതിൻ്റെ അറ്റ് ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോട്ടൺ വെച്ച് വാർപ്പ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ലീക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ അബ്സോർബൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ കോട്ടൺ അത് അബ്സോർബ് ചെയ്യും. നെക്സ്റ്റ് തേർഡാണ് ദ ഔട്ടർ പാക്കേജിംഗ്. സെക്കൻഡറി പാക്കേജിംഗ് ഈസ് പ്ലേസ്ഡ് ഇൻ എ റിജിഡ് ഔട്ടർ പാക്കേജിംഗ് ടു പ്രൊട്ടക്ട് ദ കണ്ടൻസ് ഫ്രം ഫിസിക്കൽ ഡാമേജ് ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ട്. ജെൽ പാക്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻസൈഡ് ദ ബോക്സ് ടു മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ അലോങ് വിത്ത് എ സ്യൂട്ടബിൾ അബ്സോർബൻറ്റ് ഓർ ക്രഷിംഗ് മെറ്റീരിയൽ. സോ എന്ത് ചെയ്യുക, സെക്കൻഡറി പാക്കേജിങ് വീണ്ടും ഒരു റിജിഡ് ആയിട്ടുള്ളൊരു ഔട്ടർ സർഫേസ് ഉള്ള ഒരു പാക്കേജിങ്ങിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. പക്ഷേ ഫിസിക്കൽ ഡാമേജ് ഒന്നും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ഡാമേജസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്കിംഗ് കൊടുക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ എന്തിരിക്കണം, ജെൽ പാക്സ് ഉണ്ടായിരിക്കണം. കാരണം ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ജെൽ പാക്സും കൂടി നമ്മൾ ഇടേണ്ടതായിട്ട് ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ലെയർ പാക്കേജ് ചെയ്തിട്ട് ആ ഒരു സ്പ്യൂട്ടം സ്പെസിമെൻ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. സോ നമ്മൾ കളക്ട് ചെയ്ത് ട്രാൻസ്പോർട്ടേഷന് വെച്ചൊരു സംഭവം എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് സാമ്പിൾ ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡ് പോസ്റ്റൽ, കൊറിയർ ആൻഡ് ഹ്യൂമൻ ക്യാരിയേഴ്സ്. Postal departmental services available pan district and can be engaged to transport sputum sample. So പോസ്റ്റ് വഴി നമുക്ക് ആ ഒരു സാമ്പിൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. ദെൻ കൊറിയർ, ലോക്കൽ ലോജിസ്റ്റിക്സ് കൊറിയർ കമ്പനീസ് ക്യാൻ ഓൾസോ ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ഹയർ ടു ട്രാൻസ്പോർട്ട് ദ സാമ്പിൾ കൊറിയർ വഴി. ദെൻ ഹ്യൂമൻ കാരിയേഴ്സ്, community volunteers, members of NGO, non-government organization and others may be engaged as human carriers to transport the sample. Then district TB center or medical officer TB control MOTC should ensure feasibility and financial measures required for such arrangements for sputum transport. സോ ഇങ്ങനെ വരുന്ന ഈ സ്പ്യൂട്ടം ട്രാൻസ്പോർട്ടിൻ്റെ ഫിനാൻഷ്യൽ മെഷേഴ്സൊക്കെ നോക്കേണ്ടത് ഡിസ്ട്രിക്ട് TB സെൻറ്റർ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ TB കൺട്രോളാണ് നോക്കുന്നത്. Then systems can be established for transportation of various biological samples, not only TB, from a referring center, peripheral center to laboratories in a hub and a spoke model in an integrated manner.
സോ ഇതുപോലെ നമ്മുടെ സാമ്പിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പല സിസ്റ്റംസും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ടി ബിക്ക് മാത്രമല്ല മറ്റ് എല്ലാ ട്രാൻസ്പോർട്ടേഷനും മറ്റെല്ലാ ബയോളജിക്കൽ സാമ്പിൾസിലുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസും എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നേ പറയുന്നുള്ളൂ. ദെൻ ദ ട്രാൻസ്പോർട്ടർ നീഡ്സ് ടു എൻഷുർ ദ ഫോളോയിങ്. സോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾ ഇതൊക്കെ എൻഷുർ ചെയ്യണം. ദ ഔട്ടർ പാക്കേജിംഗ് ഈസ് നോട്ട് ഡാമേജ്ഡ് ആൻഡ് ഈസ് പ്രോപ്പർലി സീൽഡ് വിത്ത് ബയോ ഹസാർഡ് ലേബൽ ആൻഡ് അപ്രൈറ്റ് സിമ്പിൾ ഈസ് പേസ്റ്റഡ് അപ്രോപ്രിയേറ്റ്ലി. സോ ബയോഹസാർഡ് ലേബൽ ഉണ്ടതും അപ്രൈറ്റ് സിമ്പിളൊക്കെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും ഔട്ടർ പാക്കേജിന് ഡാമേജ് വന്നിട്ടില്ല എന്ന കാര്യവും ആൾ ഇൻഷുർ ചെയ്യണം. ദെൻ ഫ്രം ആൻഡ് ടു അഡ്രസ്സസ് ആർ ക്ലിയർലി ലാബിൾഡ് വിത്ത് നെയിം ഫോൺ നമ്പർ ഓഫ് ദ റിസീവർ ഈസ് പേസ്റ്റഡ്. സോ ഫ്രം ടു അഡ്രസ്സ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് ലേബിൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ദ ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റെയിൻ അറ്റ് 2 to 8 degrees Celsius ഫോർ ദ entire transportation period and reaches the destination within 72 hours. സോ 72 ഹവേഴ്സിനുള്ളിൽ 2 to 8 degrees Celsius ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ആ ഒരു സ്പുട്ടം സ്പെസിമെൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ കാര്യം കൂടി ഈ ട്രാൻസ്പോർട്ടർ എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഫോർ ടി ബി ഡയഗ്നോസിസ് സ്പെസിമെൻ ക്യാരീസ് ആർ ഫോളോ. സോ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ആ ഒരു സാമ്പിളിൽ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സ്പെസിമെന് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. തെർമോക്കോൾ ബോക്സ്, തിക്നെസ് ഓഫ് ദ ബോക്സ് 2.5 cm ആയിരിക്കണം. ഔട്ടർ ഡയമെൻഷൻ ലെങ്ത് 18.5 cm, ബ്രെഡ്ത്ത് 13 cm, ഹൈറ്റ് 12 cm വിത്തൗട്ട് ലിഡ്. ദെൻ ഹൈറ്റ് 14 cm with lid. Inner dimension length 14.5, breadth 8 cm, length 12 cm without lid, height 13 cm with the inner part of the lid. So thermocol box ആണ് നമ്മൾ വെക്കുന്നത്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 2.5 cm ആണെന്ന് ഓർത്ത് വെക്കുക. ദെൻ ജെൽ പാക്ക് നമ്മൾ പറഞ്ഞതിനുള്ളിൽ ജെൽ പാക്ക് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദ നമ്പർ ഓഫ് ജെൽ പാക്സ് റിക്വയർഡ് ഈസ് 2. വെയിറ്റ് ഓഫ് ദ ഫുള്ളി പാക്ഡ് കൺസ്യൂമെൻറ്റ് ബോക്സ് എത്ര ആയിരിക്കണം? 400 gram ആയിരിക്കണം. കംപ്ലീറ്റ്ലി ഈ ഫുൾ പാക്ഡ് ബോക്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 ജെൽ പാക്സ് ഉണ്ടായിരിക്കണം. ജെൽ പാക്സ് മെയിൻറ്റെയിൻ എ ടെമ്പറേച്ചർ ബിറ്റ്വീൻ 12 to 20 degrees Celsius for up to approximately 48 hours in tightly packed thermocol boxes. Average outside temperature 35 degrees Celsius. സോ ജെൽ പാക്സ് എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ എത്രനുള്ളിലാണ്? 12 to 20 degrees Celsiusനുള്ളിലുള്ള ടെമ്പറേച്ചർ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടീഷനിങ് in the deep freezer, temperature between -20 to -15 degrees Celsius for a minimum 48 hours to maximum 72 hours before use is required. This is one-time use carrier since the thermocol box and gel packs are not reused. സോ ഈ ഒരു തെർമോക്കോൾ ബോക്സ് അല്ലെങ്കിൽ ഈ കാരിയർ എന്ന് പറയുന്നത് 1 time യൂസിനുള്ളതാണ്. ഈ ജെൽ പാക്സും അതുപോലെ തെർമോക്കോൾ ബോക്സും 1 time മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഇത് റീയൂസ് ചെയ്യാനും പാടുള്ളതല്ല. സോ നമ്മളിത് ഫ്രീസ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. സോ അതാണ് നമ്മളുടെ ഈ കൂൾ ചെയിൻ എന്ന് പറയുന്നത്. ഒരു കൂൾ ചെയിൻ സിസ്റ്റമാണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. എ കൂൾ ചെയിൻ ഈസ് എ സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് സ്റ്റോറിംഗ് ടി ബി സ്പെസിമെൻ അറ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ വൈൽ ബീങ് ട്രാൻസ്പോർട്ടഡ് ഫ്രം പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഡയഗ്നോസ്റ്റിക് ലാബ്സ് ടു റിഡ്യൂസ് ദ ഗ്രോത്ത് ഓഫ് കണ്ടാമിനേറ്റിംഗ് എൻഡോജീനിയസ് റെസ്പിറേറ്ററി ഓർഗാനിസംസ്. സോ നമ്മളൊരു കൂൾ ചെയിൻ സിസ്റ്റം ഈ ട്രാൻസ്പോർട്ടും ടി ബി സ്പെസിമെൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂൾ ചെയിൻ സിസ്റ്റം യൂസ് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താണ്? അത് പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡയഗ്നോസ്റ്റിക് ലാബിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സാമ്പിളിൽ എന്തിൻ്റെ റെസ്പിറേറ്ററി ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ തടയാൻ വേണ്ടിയിട്ടാണ്, ഇത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കൂൾ ചെയിൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. മെയിൻറ്റെയിനിങ് എ കൂൾ ചെയിൻ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ടി ബി സ്പുട്ടം സാമ്പിൾ is critical to ensuring the accuracy of TB test result and preventing the degradation of samples. Adhering to these requirements helps maintain the integrity of the samples and support effective TB diagnosis and treatment. So അതുവഴി എന്താണ് നമുക്ക് നല്ല രീതിയിലുള്ള ടെസ്റ്റിൻ്റെ റിസൾട്ട്, കറക്റ്റ് റിസൾട്ടും അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ടി ബി ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റിനും അതുവഴി സഹായകമാകും. Next, for presumptive drug-resistant TB, that is DRTB patients, the health facility staff arranges for specimen collection from patient, packs samples as per the standard operating procedure SOP for triple layer packaging and dispatches it for transportation in cool chain to linked culture and drug susceptibility testing laboratory. So drug resistant TB ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് കൾച്ചർ ആൻഡ് ഡ്രഗ് സസ്പെക്റ്റബിലിറ്റി ടെസ്റ്റിംഗ് ലബോറട്ടറിയിലേക്കാണ്. ഇവിടെയും എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് ട്രിപ്പിൾ ലെയർ പാക്കേജിങ്ങോട് കൂടിയിട്ടാണ് ഈ സ്പെസിമെൻ ട്രാൻസ്പോർട്ട്
ചെയ്യുന്നത്. ഓൾ നെസസറി മെറ്റീരിയൽസ് ഫോർ സ്പെസിമെൻ കളക്ഷൻ ആൻഡ് മോഡാലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് need to be made available, arranged at microscopy center or peripheral health institution by district TB officer. So district TB officer ആണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അവൈലബിൾ ആക്കുന്നതും അതുപോലെ എവിടെയൊക്കെ മൈക്രോസ്കോപ്പി സെൻറ്റേഴ്സിൽ അറേഞ്ച് ചെയ്യുന്നതും പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ കളക്ഷനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് TB ഓഫീസറാണ്, DTO ആണ്. നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ സാമ്പിൾ ഡിസ്പാച്ച് ഇൻക്ലൂഡ്. അപ്പം സാമ്പിൾ ഡിസ്പാച്ചിൻ്റെ കുറച്ച് സ്റ്റെപ്സും കൂടിയുണ്ട്. ഫസ്റ്റ് ആഡ് ദ ടെസ്റ്റ് ഡീറ്റെയിൽസ് ഇൻ നിക്ഷേം ഫിഗർ കൊടുത്തിട്ടുണ്ട്. ടു ജനറേറ്റ് ടെസ്റ്റ് റിക്വസ്റ്റ് ടെസ്റ്റ് ID ഫോർ പേഷ്യൻസ് എപ്പിസോഡ് ID ഇൻ നിക്ഷേ. സോ ഇപ്പോൾ നിക്ഷയിൽ വേണം നമ്മൾ ടെസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ ആ ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റുള്ളൂ. സോ നിക്ഷയിൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക ആൻഡ് അതിൽ ടെസ്റ്റിൻ്റെ റിക്വസ്റ്റ് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആ ഒരു പേഷ്യൻറ്റിൻ്റെ എപ്പിസോഡ് ID നിക്ഷയിൽ നിന്ന് ലഭിക്കും. ദിസ് വിൽ എനേബിൾ ഇൻസ്റ്റൻറ്റ് ഓൺലൈൻ ഇൻറ്റിമേഷൻ അബൌട്ട് ദ അപ്കമിംഗ് സ്പെസിമെൻ ടു ദ CNDST ലബോറട്ടറി. നമ്മൾ നിക്ഷയിൽ ടെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ CNDST ലബോറട്ടറിക്കും അടുത്തൊരു സ്പെസിമെൻ വരുന്നുള്ള എന്നുള്ളൊരു ഇൻറ്റിമേഷനും കൂടി അവർക്ക് ലഭിക്കും. ദെൻ കംപ്ലീറ്റ് ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം ഓഫ് ബയോളജിക്കൽ സ്പെസിമെൻ ബൈ ആഡിങ് എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ നിക്ഷയിൽ റിക്വസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ റിക്വസ്റ്റ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതാണ് പറയുന്നത്. ഫസ്റ്റ് പേഷ്യൻ്റ് ഇൻഫോർമേഷൻ, ഡീറ്റെയിൽസ് ഓൺ നെയിം ആൻഡ് ടൈപ്പ് ഓഫ് റെഫറിംഗ് ഫെസിലിറ്റി, എവിടെ നിന്നാണ് റെഫർ ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ്, ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ID, റീസൺ ഫോർ ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റ് റിക്വസ്റ്റ്, പേഷ്യൻ്റ് ID ആൻഡ് ടെസ്റ്റിംഗ് ID. സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം പേഷ്യൻ്റ് ഇൻഫർമേഷൻ വേണം, ഡീറ്റെയിൽസ് ഓൺ നെയിം ആൻഡ് ടൈപ്പ് ഓഫ് റെഫറിംഗ് ഫെസിലിറ്റി, ദെൻ ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ID എന്ന് പറഞ്ഞൊരു ID ഉണ്ട്, ദെൻ റീസൺ ഫോർ ദ ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റ് റിക്വസ്റ്റഡ്, പേഷ്യൻ്റ് ID യും ടെസ്റ്റിംഗ് ID യും. ഇത്രയും കാര്യങ്ങളാണ് നിക്ഷയിൽ നമ്മൾ കൊടുക്കേണ്ടത്. Put the appropriate address of receiving CNDST laboratory and address of health facility from where samples are dispatched on transportation box. അപ്പം ഫ്രം ആൻഡ് ടു കാര്യങ്ങളൊക്കെ അഡ്രസ്സൊക്കെ നേരെ കൊടുക്കുക, അവിടെ TP ആ ഒരു സൈഡിൽ കൊടുക്കുക. ദെൻ ലാബ് ടെക്നീഷ്യൻ ഓഫ് ദി ഹെൽത്ത് ഫെസിലിറ്റി ഷുഡ് promptly inform the transport agency, courier or speed post service or human volunteers to collect and transport the sample. So lab technician എന്ത് ചെയ്യണം, ഈ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ആ ഒരു ട്രാൻസ്പോർട്ട് ഏജൻസിനെ അറിയിക്കുകയും കൂടി ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ന്യൂവർ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഫോർ TB ഡയഗ്നോസിസ് ആണ്. ന്യൂവർ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആയിട്ട് വരുന്നത് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റും അതുപോലെ ഇൻറ്റർഫെറോൺ ഗാമ റിലീസ് എസ്സേയുമാണ് മെയിനായിട്ട് വരുന്നത്. സോ അതെന്താണെന്ന് നോക്കാം. കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്, എ റാപ്പിഡ് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് യൂസ് ടു ഡിറ്റക്ട് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ദ ബാക്ടീരിയ കോസിംഗ് ട്യൂബർകുലോസിസ് ആൻഡ് ഓൾസോ ഐഡൻറ്റിഫൈ റൈഫാംബിസിൻ റെസിസ്റ്റൻസ്, എ കീ മാർക്കർ ഫോർ ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB വിത്തിൻ എ കപ്പിൾ ഓഫ് ഹവേഴ്സ്. സോ ഇത് കപ്പിൾ ഓഫ് ഹവേഴ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി പറ്റും. ആൻഡ് കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു മോളിക്കുലർ ടെസ്റ്റാണ്. ഇതിൽ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ റൈഫാംബിസിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നും നമുക്കിതുവഴി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഈ ടെസ്റ്റ് വഴി. സോ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, മുൻപത്തെ ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം ന്യൂവർ ആയിട്ടുള്ള ടൂളാണ് ഈ ഒരു കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് ഇൻറ്റർഫെറോൺ ഗാമ റിലീസ് എസ്സേ, അതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇറ്റ്സ് യൂസ് ടു ഡയഗ്നോസ് ലാറ്റന്റ് ട്യൂബർകുലോസിസ് ഇൻഫെക്ഷൻ ബൈ മെഷറിംഗ് ദി എമൗണ്ട് ഓഫ് ഇൻറ്റർഫെറോൺ ഗാമ റിലീസ്ഡ് ബൈ ദ പേഴ്സൺസ് ഇമ്മ്യൂൺ സെൽസ് വെൻ എക്സ്പോസ് ടു സ്പെസിഫിക് TB ആൻറ്റിജൻ. സോ ഒരു സ്പെസിഫിക് TB ആൻറ്റിജൻ ടു എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂമൻ ബോഡിയിൽ റിലീസ് ചെയ്യുന്ന ഇൻറ്റർഫെറോൺ ഗാമയുടെ എമൗണ്ട് മെഷർ ചെയ്തിട്ടാണ് നമുക്ക് ലാറ്റന്റ് ട്യൂബർകുലോസിസ് ഇവിടെ ഡയഗ്നോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒന്നാണ് ജീൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ടെണ്ണമാണ് ഇൻഡിഫറൻറ്റ് ഗാമ റിലീസ് എസ്സേയും അതുപോലെ തന്നെ CBNAT ആണ് മെയിനായിട്ട് ന്യൂവർ ടൂൾസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒന്നായിരുന്നു ഈ ജീൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത്. ഈ ജീൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഒരു റാപ്പിഡ് മോളിക്കുലർ ടെസ്റ്റ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ഡയഗ്നോസ് ട്യൂബർകുലോസിസ് ആൻഡ് റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക് റൈഫാംബിസിൻ. ഇറ്റ്സ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ദാറ്റ് യൂസ് ഇൻ TB എൻഡമിക് കൺട്രി. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് തന്നെയാണ്. ആൻഡ് ജീൻ എക്സ്പേർട്ടിൽ മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത് എന്താണ്, റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക് റൈഫാംബിസിൻ റെസിസ്റ്റൻസ് ആണ് ജീൻ എക്സ്പേർട്ട് മോളിക്കുലർ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കുന്നത്. അത് ഓർത്ത് വെക്കുക.
നെക്സ്റ്റ് വൺ ലൈൻ പ്രോബ് എസ്സേ ആണ്. ഇതും ഒരു മൊളിക്കുലാർ ടെസ്റ്റ് ആണ്. അത് ട്യൂബർകുലോസിസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മൊളിക്കുലാർ ടെസ്റ്റ് ആണ്. ആൻഡ് ഡ്രഗ് റെസിസ്റ്റൻസും ഇത് വഴി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് എ റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടൂൾ ഫോർ TB that can be used to detect drug resistance in sputum samples. LPA detects mutation, detect resistance to rifampicin and isoniazid resistance. LPA can also detect resistance to fluoroquinones, second line injectable drugs and ethambutol. So LPA എന്ന് പറയുന്നത് ഒരു മൊളിക്കുലാർ ടെസ്റ്റ് ആണ്. ഇവിടെ ട്യൂബർകുലോസിസ് ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ ഡ്രഗ് റെസിസ്റ്റൻസും കൂടി കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. റൈഫാംപിസിൻ റെസിസ്റ്റൻസും ഐസോനൈസൈഡ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അതുപോലെ തന്നെ സെക്കൻഡ് ലൈൻ ഡ്രഗ് ഇഞ്ചക്റ്റബിൾസും എത്താംബൂട്ടോളും ഫ്ലൂറോക്യുനോൺസിനും റെസിസ്റ്റൻസ് ഇതുവഴി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയാണ് ടോട്ടൽ ആയിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് ന്യൂവർ ഡയഗ്നോസ്റ്റിക് ടൂൾസും പഠിച്ചു. അതുപോലെ തന്നെ അതല്ലാതെ TB ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ താങ്ക് യു.